മുസ്ലിമീങ്ങളുടെ കല്യാണത്തിനാണ് ഏറ്റവും വലിയ ധൂർത്ത്. എന്നാൽ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഏറ്റവും വില കുറഞ്ഞ, ഏറ്റവും ചെലവ് ചുരുങ്ങിയ വിവാഹമാണ് ബറക്കത്തുള്ളത്. ഏറ്റവും ചെലവ് ചുരുങ്ങിയ വിവാഹമാണ് ബറക്കത്തുള്ളത്. കൂടെ നടക്കുന്ന ഒരു സഹാബി ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്നപ്പോ ഈ ജുബ്ബയിൽ കമീസില് എന്തോ ഒരു മഞ്ഞ കളർ പറ്റിയിരിക്കുന്നു. ചോദിച്ചു, എന്താ ഇത്? നബിയെ, അത് ഞാൻ എന്റെ അത്തർ പൂശിയതാണ്, സുഗന്ധദ്രവ്യം തേച്ചതാണ്. എന്താ ഇന്ന് പ്രത്യേകിച്ച്? ഇന്നെന്റെ വിവാഹമായിരുന്നു നബിയെ. എത്ര ലളിതമായ വിവാഹം, എത്ര ലളിതമാണ് നമ്മുടെ വിവാഹം. പെണ്ണിന്റെ വാപ്പ പുതിയാപ്പയുടെ കൈ പിടിച്ചിട്ട്, രണ്ട് സാക്ഷികൾ പൊട്ടന്മാരാവാൻ പാടില്ല, രണ്ടുപേരും കാഴ്ചശക്തിയും കേൾവി ശക്തിയും ബുദ്ധിശക്തിയും അതുപോലെ നാട്ടിൽ മറ്റേ വാട്ടീസിന്റെ ആളാവാൻ പാടില്ല. അവനൊന്നും സാക്ഷികളാക്കരുത്. ഇപ്പൊ കമ്മിറ്റിയിൽ പോലും വാട്ടീസിന്റെ ആളുകൾ വന്നുകൊണ്ടിരിക്കുക. കുടിയന്മാര് ഞാൻ തുറന്നു പറയും, നിങ്ങൾ അടുത്ത ദിവസം വിളിക്കണ്ട, അള്ളാഹ് കരുതി വിളിക്കല്ല. പള്ളി കമ്മിറ്റിയിൽ കള്ളുകുടിയന്മാര്, പലിശക്കാര്, ഒരു ഉളുപ്പും ഇല്ലാതെ കയറിയിരിക്കുക പള്ളി പരിപാലനം നടത്താൻ. നിങ്ങൾ ആലോചിച്ചു നോക്കിയേ, പള്ളി പരിപാലനം നടത്താൻ പലിശക്കാര് വരുന്നു. അതുകൊണ്ടാണ് പള്ളിയിൽ വെച്ചിട്ട് ദുആ എന്നിട്ടൊന്നും അല്ല സ്വീകരിക്കുക. അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ സ്വീകരിച്ചേനെ അല്ലാഹു തആല. ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ട് സാക്ഷികളുടെ സാന്നിധ്യത്തിൽ പുതിയ പെണ്ണിന്റെ വാപ്പ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആള് പുതിയാപ്പിളയുടെ കൈ പിടിച്ചിട്ട്, എന്റെ പ്രിയപ്പെട്ട മകളെ ഞാൻ നിനക്ക് നിക്കാഹ് കഴിച്ച് തന്നിരിക്കുകയാണ്. അപ്പൊ പുതിയാപ്പിള പറഞ്ഞു, ഞാൻ അത് സ്വീകരിച്ചിരിക്കുകയാണ്. ഭാര്യയും ഭർത്താവും. ഇതാണ്, ഇത്ര ലളിതമാണ് നിക്കാഹ്. പിന്നെ മഹർ പറയല് സുന്നത്ത്. മഹർ കൊടുക്കല് നിർബന്ധമാണ്, പറയല് ഇത്ര രൂപ മഹറിനെന്ന് പറയല് സുന്നത്ത്. കൊടുക്കണം, കൊടുക്കാതെ ശരീരത്തോടാൻ ഒരു പെണ്ണും അനുവദിക്കരുത്. പറയല് സുന്നത്തേ ഉള്ളൂ. ഞാൻ പറഞ്ഞത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബാക്കിയുള്ളത് അങ്ങോട്ട് കൊണ്ടുവന്ന് മോതിരയിടല്, ഇങ്ങോട്ട് കൊണ്ടുവന്ന് മൊബൈൽ കൊടുക്കല്, അങ്ങോട്ട് കൊണ്ടുവന്ന് അലമാര കൊടുക്കല്, ഇങ്ങോട്ട് കൊണ്ടുവന്ന് കപ്പക്കൊല, ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാണ്. ഇതൊക്കെ ഉണ്ടാക്കിയത് എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ, പൈസ ഉള്ളോ എന്ത് ചെയ്യട്ടെ, അങ്ങോട്ട് കൊണ്ടുവന്ന് 25 പവൻ, ഇങ്ങോട്ട് വരുമ്പോ പെണ്ണിന്റെ വാപ്പാക്കൊരു വാച്ച്, പെണ്ണിന്റെ പിന്നെ പുതിയാപ്പളയുടെ വാപ്പാക്കൊരു വാച്ച്, പുതിയാപ്പളയുടെ ഉമ്മാക്കൊരു വള. അപ്പൊ ഇതൊക്കെ ഇടുമ്പോ ഇവർ അങ്ങോട്ട് പോകുമ്പോഴും രണ്ടെണ്ണം അങ്ങോട്ട് ഇട്ട് കൊടുക്കും. മത്സരമാണല്ലോ, ഇതൊരു മത്സരമാണ്. അവരെന്താ വെക്കുന്നത്? മട്ടൻ. എന്നാ പിന്നെ നമ്മളും കുറയ്ക്കേണ്ട, നമ്മളും മട്ടൻ ആയിക്കോട്ടെ. ഇതാണ് മത്സരം. ഈ പണമുള്ളവൻ എന്തൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ഇങ്ങനെ നടക്കുക. അതുകൊണ്ട് എന്താ ദോഷം എന്നറിയോ? ഇതേപോലെ സ്റ്റേജ് കിട്ടിയിട്ട് പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ച് അയക്കാൻ നമ്മൾ യാചിക്കേണ്ടി വരുന്നു. അതാണ് സംഭവിക്കുന്നത്. അള്ളാഹു നമ്മുടെ എല്ലാ ആർഭാടങ്ങളും എല്ലാ ധൂർത്തും അള്ളാഹു മാറ്റിത്തരട്ടെ. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഞാനൊരു ധൂർത്തില്ലാത്ത ഒരു മനുഷ്യൻ, നമ്മൾ കരുതും ഇത്രയും ലുബ്ധനായ ഒരു മനുഷ്യനോ, എന്തിനാണ് അദ്ദേഹം ലുബ്ധ് കാണിച്ചതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ഒരാൾ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അഭിലാഷമാണ് ഒരു വീട് വെക്കുക എന്നുള്ളത്. പക്ഷെ ഒരു നിവൃത്തിയില്ല, എന്നൊന്ന് സഹായിക്കണം. ആരെടുത്താവെന്ന് പറയുന്നത്? കിടക്കുന്ന വിരിപ്പിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഈത്തപ്പന ഓലയുടെ അടയാളം അള്ളാഹുവിന്റെ ഹബീബിന്റെ റിസാലത്തിന്റെ പൂമേനിയിൽ പറ്റുന്ന അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വന്നിട്ട് ഒരാള് പറയാണ്, എനിക്ക് വീട് നിർമ്മിക്കണം, അതിനെന്തെങ്കിലും ഒരു സഹായം തരണം. എന്തു കൊടുക്കാനാ? ഇതിന്റെ പ്രവർത്തകരോട് അപേക്ഷകളിലൂടെ ജനങ്ങൾ സമീപിച്ചപ്പോൾ അവര് ചെയ്തത് എന്താണോ അത് അള്ളാന്റെ റസൂല് ചെയ്ത കാര്യമാണ്. എന്താ അവര് ചെയ്ത്? നിങ്ങളെയൊക്കെ വിളിച്ചു കൂട്ടി, എന്നിട്ട് കഴിവുള്ളവരോട് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ കൊടുക്കിന്ന് പറഞ്ഞു. ഈ വന്ന മനുഷ്യനോട് അള്ളാന്റെ ഹബീബ് പറയുകയാണ്, പോകുമോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്? സമ്പന്നനാണ്, സമ്പന്നതയുടെ മടിത്തട്ടിലാണ് ജീവിക്കുന്നത്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ വീട്ടിൽ ചെല്ലുവോ? എന്നിട്ട് ഞാൻ പറഞ്ഞു വിട്ടതാണെന്നൊന്ന് പറയുവോ? അവിടെ ചെന്നാൽ വീട് നിർമ്മിക്കാനുള്ള സഹായം നിങ്ങൾക്ക് തരും. പോകുമോ? ആ പാവപ്പെട്ട സഹോദരന്റെ ജീവിതത്തിന്റെ എല്ലാമാണ് ഒരു ഭവനം. ആഗ്രഹത്തോടെ, അഭിലാഷത്തോടെ, പരീക്ഷയോടെ, പ്രത്യാശയോടെ, ജിജ്ഞാസയോടെ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു
ഇബ്നുവിന്റെ വീട്ടിലേക്ക് പോകുമ്പോ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുന്ന ആ സാധുവായ സഹോദരനെ കേൾക്കുന്നത് എന്തെന്നറിയോ? ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീടിന്റെ അകത്തളത്തിലൊരു ബഹളമാണ്. എന്താ ബഹളം? ഭാര്യയും ഭർത്താവും തമ്മിൽ വാക്കേറ്റമാണ്, വഴക്ക് കൂടുകയാ. എന്താണ് ഭാര്യയും ഭർത്താവും തമ്മിൽ നടന്ന വാക്പേറ്റം എന്നറിയോ? അവിടെ എണ്ണ വിളക്കാണ് കത്തിക്കുന്നത്. ഇന്നത്തെ പോലെ വിദ്യുത് ശക്തിയുടെ പ്രവാഹമില്ലല്ലോ. അവിടെ ഒരു കുപ്പിയെടുത്തിട്ട് അതിനകത്ത് എണ്ണ ഒഴിച്ചിട്ട് അതിലൊരു തിരിയിട്ടിട്ട് ആ തിരിയുടെ ഒരു അഗ്രഭാഗത്ത് തീ കൊളുത്തിയിട്ട് അതാണ് അവിടെയുള്ള പ്രകാശം എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, മഹാനായ ഇബ്നു ഔഫ് നോക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ അതുവരെ കത്തിയിരുന്ന തിരിയെടുത്ത് പുറത്തിട്ടിരിക്കുകയാ. നോക്കുമ്പോൾ കുറച്ചുകൂടി കത്താൻ ബാക്കിയുണ്ട്. ഇതെന്തിന് നീ നശിപ്പിച്ചു എന്ന് ഇബ്നു ഔഫ് തങ്ങൾ ചോദിക്കുമ്പോ അതപ്പറല്ലേ ഉള്ളൂ എന്ന് ഭാര്യ മറുപടി പറയുകയാ. അപ്പറേ ഉള്ളൂ എന്ന് ലാഘവത്തോടെ പറയുന്നു പെണ്ണെ. ഇത് അല്ലാഹുവിന്റെ അടുത്ത് സമാധാനം പറയണ്ടേ എന്ന് ഭർത്താവും പറയുന്നു. ഞാൻ എന്തു ചെയ്യാനാ, സംഭവിച്ചു പോയി എന്ന് ഭാര്യയും പറയുന്നു. ഈ വാഗ്വാദമാണ് പുറത്തുനിന്ന് കേൾക്കുന്നത്. ആരാ? വീട് നിർമ്മാണത്തിന് പണം അന്വേഷിച്ചു വന്ന പ്രിയപ്പെട്ട സതീർത്ഥ്യനായ ആ മനുഷ്യനതാ തിരിഞ്ഞു പോവുകയാ. ആ മനുഷ്യന്റെ മനസ്സിൽ വന്ന ചിന്ത എന്തെന്നറിയോ? വീട്ടിൽ കത്തിച്ച തിരിയിൽ ഒരൽപ്പം ബാക്കി വന്നതെടുത്ത് കളഞ്ഞ ഭാര്യയെ ഷൗട്ട് ചെയ്യുന്ന ഇയാളോട് ഒരു വീട് വെച്ച് തരാൻ ഞാൻ പറഞ്ഞാൽ കേൾക്കുമോ? ഇയാൾ ഇത്രയും ലുബ്ധനല്ലേ? അയാളോട് വീട് നിർമ്മാണത്തിന്റെ കഥ പറഞ്ഞാൽ എന്നെ ഓടിക്കൂലേ? ഇലാ ഹളറത്തി റസൂലില്ലാ, അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിലേക്ക് വരുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, സഹോദരാ പോയില്ലേ? പോയി നബിയേ. പോയപ്പോ ഇങ്ങനെയാ സംഭവിച്ചത്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു പോകുക, ഒന്നുകൂടി പോയിട്ട് നീ ചോദിക്കുക, ഞാൻ പറഞ്ഞെന്ന് പറയുക. നിന്നെ കണ്ടോ? ഇല്ല, എന്നെ കണ്ടില്ല. ഭാര്യയുമായിട്ട് വഴക്കില്ല. ചെല്ലുക, കാണുക, ഞാൻ വിട്ടതാണെന്ന് പറയുക. ആ മനുഷ്യൻ വീണ്ടും ഓടുകയാ. അവിടെ ചെല്ലുമ്പോൾ പ്രശ്നങ്ങൾ കെട്ടടങ്ങി. അയാൾ ചെന്ന് സലാം ചൊല്ലി അകത്ത് കയറിയിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ എന്നെ വിട്ടതാണ്. എന്റെ വീട് നിർമ്മാണത്തിന് കുറച്ച് പണത്തിന്റെ ആവശ്യമുണ്ട്, തരുവോ? ആ മനുഷ്യൻ ചോദിച്ചു. ഇബ്നു ഔഫ് തങ്ങൾ ചോദിച്ചു, നേരത്തെ വന്നിട്ട് മടങ്ങിപ്പോയതെന്തേ? അയാൾ പറഞ്ഞു, വന്നപ്പോ നിങ്ങൾ ഇങ്ങനെ ബഹളത്തിലായപ്പോ എനിക്ക് നിങ്ങളെ സഹായിക്കൂലെന്ന് തോന്നിപ്പോയി. കേവലം ഒരു തിരി പോലെ കളയാതെ ലുബ്ധനായ നിങ്ങൾ എന്നെ സഹായിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടായി. അതുകൊണ്ടാണ് ഞാൻ മടങ്ങിപ്പോയത്. ചോദിച്ചു, പിന്നെന്തിനാ ഇപ്പൊ വന്നത്? എന്റെ ഹബീബ് പറഞ്ഞു പോകാ, അതുകൊണ്ട് ഞാൻ വന്നതാ. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അകത്ത് കയറി ഒരു സഞ്ചി നിറച്ച് പണം എടുത്തു കൊണ്ടുവന്നു. ആ മനുഷ്യന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, വീട് വെക്കുക. എന്നിട്ട് പോകാനിറങ്ങുമ്പോ ആ മനുഷ്യനെ വിളിച്ചിട്ട് ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി എന്തെന്നറിയോ? നേരത്തെ ചോദിച്ചില്ലേ ഒരു തിരി കളഞ്ഞത് എന്തിനാണെന്ന്? അങ്ങനെ ഉണ്ടാക്കുന്നത് ഇങ്ങനെ കൊടുക്കാനാ. ഞാനങ്ങനെ ഉണ്ടാക്കുന്നത് ഇങ്ങനെയുള്ളവർക്ക് കൊടുക്കാനാ എന്ന് പറഞ്ഞാൽ ലുബ്ധിച്ച് ഞാൻ പിടിച്ചു വെച്ച് ഓരോന്ന് ചെലവ് ചെയ്യുന്നത് എന്തിനെന്നറിയോ? ദൂർത്തായി കളയാനല്ല, മറിച്ചത് ശേഖരിച്ചു വെച്ചിട്ട് ആവശ്യക്കാർക്ക് കൊടുക്കാനാ. എന്തൊരു ധീരോദത്തമായ, എത്ര മഹോത്തരമായ, എത്ര മനോഹരമായ കാഴ്ചപ്പാടാണ് മുസ്ലിമേ. ഇങ്ങനെയല്ലേ നമ്മൾ ചെയ്യേണ്ടത്? ഒരു മുസ്ലിമിന്റെ വീടിന്റെ കല്യാണത്തെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്ക്. ഒരു 10, 15 അല്ലെങ്കിൽ 25 അല്ലെങ്കിൽ 50 പവനോ കല്യാണത്തിന് നീ നിന്റെ മകൾക്ക് സ്വർണം കൊടുക്ക്. അതിലൊന്നും ഒരു പ്രശ്നമല്ല. നിന്റെ സമ്പത്തനുസരിച്ച് നിനക്ക് കൊടുക്കാം, അതൊന്നും ഒരു പ്രശ്നമല്ല. അതിന്റെ പേരിൽ പലിശയ്ക്ക് പണം എടുക്കുന്നതല്ലേ പ്രശ്നം? അതിന്റെ പേരിൽ ലോൺ എടുക്കുന്നതല്ലേ പ്രശ്നം? നിന്റെ ഉള്ളത് കൊടുക്ക്. ഉള്ളത് മതിയെന്ന് പറഞ്ഞ് കല്യാണം കഴിക്കാൻ തയ്യാറാകണം ചെറുപ്പക്കാര്. പക്ഷെ ചെറുപ്പക്കാർക്ക് അങ്ങനെ ആഗ്രഹമൊക്കെ കൊണ്ട് വാപ്പ സമ്മതിക്കൂല. അതാ പ്രശ്നം. വാപ്പ പറയണാ, നിന്റെ പെങ്ങളെ കെട്ടിച്ചപ്പോ കൊടുത്തേക്കാര് അത്രയും മര്യാദയ്ക്ക് കൊണ്ടുവരണം, ഇല്ലെങ്കിൽ നിന്റെ പെണ്ണിനെയും കയറ്റൂല വീട്ടില്. വാപ്പമാരാണ് പ്രശ്നം കൂടുതൽ. ഇനി വാപ്പ സമ്മതിച്ചാൽ തന്നെ അമ്മാവന്മാര് സമ്മതിക്കൂല, മാമന്മാര് കാരണവന്മാര് സമ്മതിക്കൂല. അതാണ് ഇവിടെ നടക്കുന്നത്. സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്ക്. ഒരു കല്യാണം വീട്ടിൽ നടക്കുന്ന എത്ര അമിത ചെലവാണ്.
ബീഫ് ഒലത്തിയത്, ചിക്കൻ കൊണ്ടാട്ടം, ചിക്കൻ ഓടിച്ചിട്ട് പിടിച്ചത്, ഇതൊക്കെ ആരാ തിന്നെ? ഓരോരുത്തർ വന്നിട്ട് അതിൽ തൊട്ട് ഇതിൽ തൊട്ട് അവിടെ തൊട്ട് ഇവിടെ തൊട്ട് അതെല്ലാം അവസാനം വേസ്റ്റ് ആക്കിയിട്ട് പോകും ഇല്ലേ? ഇന്നലെയും ഒരു പോസ്റ്റ് കണ്ടു, നിങ്ങൾ കല്യാണത്തിന് വേസ്റ്റ് ആക്കി കളയരുതേ, നിങ്ങൾ ഞങ്ങളെ വിളിക്കുക, ഞങ്ങൾ വന്ന് ശേഖരിച്ചോളാം, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ കിടക്കുന്ന ആളുകളുണ്ട് എന്ന്. നമ്മുടെ കല്യാണങ്ങളിൽ എത്ര ചെമ്പ് ബിരിയാണിയാ കുഴിച്ചിടുന്നത്. അല്ല വിടുവോ? ഒരു വറ്റ്, ഒരു ധാന്യമണി ഇപ്പൊ നമുക്കൊന്നും അറിയില്ല. ഇപ്പോഴും നമുക്ക് കിട്ടുന്നുണ്ട്. പൈസ കൊടുത്താണ് നമ്മൾ, അതൊക്കെ ശരിയാണ്. പക്ഷെ കൊടുത്ത സാധനം കിട്ടണ്ടേ? 1.5 വർഷത്തോളം മഴയത്തും വെയിലത്തും കർഷകര് സമരം ചെയ്തു. അന്നൊന്നും അവര് പാടത്തിറങ്ങിയിട്ടില്ല. അതൊന്നും ഇപ്പൊ നമ്മൾ അറിയുന്നില്ല. അവരന്ന് ഇറങ്ങാത്തതിന്റെ പരിണിത ഫലം ഇനി അറിയാൻ പോകുന്നതേ ഉള്ളൂ. ഇനി ഒന്നും വിൽക്കാനില്ല, എല്ലാം വിറ്റ് തൊലച്ചു. അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ ഒന്നും ഇന്ത്യക്കില്ല. അവസാനം നമ്മളെ കൂടെ ഒരുമിച്ച് വിറ്റു. അവസാനം ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ല, നമ്മളൊക്കെ പെടാപാടുപെടേണ്ടി വരും. എല്ലാം വിറ്റ് തൊലച്ചു. ഇന്ത്യയിൽ ഒന്നുമില്ല. എന്താ ഉള്ളത്? ഒന്നുമില്ല. എല്ലാം മുതലാളിമാർക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഇത് പറഞ്ഞപ്പോ ആരോ പറഞ്ഞു, ഉസ്താദെ നിങ്ങൾ കൊടുത്തത് മാത്രം പറയാതെ വാങ്ങിയത് കൂടെ പറയും. എന്താ വാങ്ങിയത്? റിസർവ് ബാങ്ക് വാങ്ങിയില്ലേ? റിസർവ് ബാങ്ക് വാങ്ങിയിട്ടില്ല, പിന്നെന്താ അത് പറയാത്തത്? ശരിയാ, ഇഷ്ടത്തിനൊത്ത് വീട്ടിൽ നിന്ന് ATM നമ്മൾ കാർഡിട്ടെടുക്കും പോലെയാ ഇപ്പൊ പണം അടിച്ചോണ്ടിരിക്കുന്നത്. ഇതൊക്കെ രാജ്യദ്രോഹമാകുമോ എന്ന് ചോദിച്ചാൽ എന്താ ആകാത്തത്? 5 നേരം നിസ്കരിക്കണമെന്ന് പറഞ്ഞാൽ രാജ്യദ്രോഹമാകും. പെണ്ണെ നീ അങ്ങോട്ട് ഇറങ്ങിയില്ലെന്ന് പറഞ്ഞാൽ രാജ്യദ്രോഹമാകും. അതൊക്കെ ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞാൻ പറയുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൂർത്ത് അവസാനിപ്പിക്കും. മാന്യമായ ഭക്ഷണം, ഒരു നേരത്തെ ഭക്ഷണം വരുന്നവർക്ക് മനോഹരമായി കൊടുത്തോ. ചിക്കൻ ഫ്രൈ തന്നെ കൊടുത്തോ, അതിലൊന്നും ഒരു കുഴപ്പമില്ല. മട്ടൻ തന്നെ വേണം, ഒട്ടകത്തെ അറുത്തു കൊടുത്തോ, ഒരു കുഴപ്പമില്ല. പക്ഷേ ആവശ്യത്തിലധികം ഉണ്ടാക്കി കളയുന്ന ആ പൈസ 2ഉം 3ഉം കല്യാണ വീട്ടിലെ ആ പൈസ മാത്രം സ്വരൂപിച്ചാൽ മതിയല്ലോ ഒരു വീട്ടിലെ കല്യാണത്തിന്, ഏതെങ്കിലും പാവപ്പെട്ട വീട്ടിലെ കല്യാണത്തിന്. അങ്ങനെ നിയത്ത് വെക്ക്. 50 പവൻ കൊടുത്ത് മകളെ കെട്ടിക്കുമ്പോ ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെ മകൾക്ക് 45 കൊടുക്കുള്ളൂ. 5 പവൻ ഞാനൊരു പാവപ്പെട്ട പെൺകുട്ടിയെ എന്റെ മകളുടെ വിവാഹത്തിന്റെ അന്ന് 50 കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ വേണ്ട, എന്റെ മകൾക്ക് 50 കിട്ടിയിട്ട് എന്തിനാ? അവൻ കൊണ്ടുവന്ന് നല്ലോലെ വിറ്റിട്ട് വെള്ളം അടിച്ച് നടക്കും. അവസാനം നമുക്കൊന്നും പറയാൻ പറ്റുമോ? കൊണ്ടുവന്ന് വീട്ടിലാക്കിയിട്ട് പോകും. അതുകൊണ്ട് നിങ്ങൾ എന്തു വേണം? 50 പവൻ കൊടുക്കുന്ന സ്ഥാനത്ത് എന്റെ മകൾക്ക് 45 ഉള്ളൂ, ആ 5 ഞാൻ മാറ്റിയിട്ട് ഒരു പാവപ്പെട്ട പെൺകുട്ടി കൊടുക്കും. എന്റെ മകളുടെ വിവാഹത്തിന്റെ അന്ന് ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ വിവാഹം കൂടി ഞാൻ നടത്തുമെന്ന് നിയത്ത് വെച്ചിട്ട് നിങ്ങൾ കെട്ടിച്ചു നോക്ക്. നിങ്ങളുടെ മകളുടെ ദാമ്പത്യ ജീവിതത്തിൽ എന്തുമാത്രം സന്തോഷമുണ്ടാവും, എന്തുമാത്രം സന്തോഷം. ഇതെന്ന് ആര് ചെയ്യുന്നു? എത്ര പേരെ ഈ ഒരു സ്ഥലത്ത് ചെന്നപ്പോ എന്നോട് പറഞ്ഞ ഇതാണ്, ഉസ്താദേ ഞങ്ങളുടെ നാട്ടിലൊരു പ്രത്യേകതയുണ്ട്. കല്യാണത്തിൽ എത്ര വില കൂടിയ വാഹനങ്ങൾ മുമ്പിലിടാം, അതാണ് നമ്മുടെ ഒരു സ്റ്റാറ്റസ്, അതാണ് ഒരു ഇമേജ്. അപ്പൊ ഒരാള് പ്രസംഗിച്ചപ്പോ ഒരു MLA പറഞ്ഞതാണ്, അദ്ദേഹത്തെ കല്യാണം വിളിച്ചപ്പോൾ പറഞ്ഞു, ഇല്ല അന്ന് സഭയുണ്ട് അതുകൊണ്ട് വരാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, പെണ്ണിന്റെ വാപ്പ പറയാന്ന്, നിങ്ങൾ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, രാവിലെ ആ വണ്ടി കൊണ്ടൊന്ന് മുറ്റത്തിട്ടിട്ട് പോകും. MLA ബോർഡ് വെച്ച വണ്ടി. എന്തൊരു ദുരന്തമാണ്, എന്തൊരു ദുരവസ്ഥയാണ്. ഇത് ആരെ കാണിക്കാണ്? കല്യാണ വീട്ടിൽ പോയാ പുതിയാപ്പിളയാകണം, മരണ വീട്ടിൽ പോയാ മയ്യത്താകണം. എല്ലാവരുടെയും കൊതി ഇതാണ്. നമ്മളായിരിക്കണം എല്ലാം. എന്തിനാണ് സഹോദരങ്ങളെ? ഒന്നുമില്ലാത്ത ഒരു മനുഷ്യൻ, ഒന്നിനും ഒരു കഴിവില്ലാത്ത മനുഷ്യൻ, ഒരു സെക്കൻഡ് കൊണ്ട് സർവ്വതും നശിപ്പിക്കപ്പെടാൻ ഏറ്റവും വലിയ സംഹാര ശേഷിയുള്ള വൈറസ് പോലും അല്ലാഹു തആല കടപ്പ് വിട്ടിട്ട് ഈ സമൂഹം പഠിച്ചോ? ഈ സമുദായം പഠിച്ചിട്ടില്ല, ഈ സമൂഹം പഠിച്ചിട്ടില്ല. ലോകത്തെ ഏറ്റവും വലിയ ഭീകരമായ ഒരു വൈറസ് ഉണ്ട്. ആ വൈറസ് ഈ ലോകത്തെ മുഴുവനും പിടിച്ചുകുലുക്കി. കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ ലോകം മുഴുവനും, വുഹാനിലെ, ചൈനയിലെ വുഹാനിലെ ഏതോ ഒരു മത്സ്യ കച്ചവടക്കാരിയുടെ മീൻകുട്ടയിൽ നിന്ന് പുറത്തു വന്നു എന്ന് പറയപ്പെടുന്ന ഈ വൈറസ് ലോകം മുഴുവനും പിടിച്ചുകുലുക്കി. എല്ലാ രാജ്യവും വലിയ വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരവസ്ഥയുണ്ടായി. ഇത് കാണാൻ പറ്റുന്ന വല്ലതുമാണെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ പട്ടാളക്കാരെ തന്നെ വെടിവെച്ച് കൊന്നനെ. പക്ഷെ ഇത് കാണാൻ പറ്റണ്ട ഈ സാധനം അള്ളാഹു അങ്ങനെ ഇറക്കുന്നത്. കാണാൻ പറ്റിയിരുന്നെങ്കിൽ നമുക്കിത് വെടിവെക്കാമായിരുന്നു. ഇത് കാണണ്ടേ? ഇത് ആരാ കണ്ടത്? ആരും കണ്ടില്ല.
വെക്കാൻ പറയുമ്പോ വെക്കും, അഴിക്കാൻ പറയുമ്പോ അഴിക്കും. ഇപ്പൊ പലരുടെയും ചെവി ഇങ്ങനെ കിടക്കുക. കാരണം എന്തല്ല, അത് വെച്ച് വെച്ച് ഇങ്ങോട്ട് ചാടി. എന്തായാലും കുറെ ലിപ്സ്റ്റിക്കും അതുപോലെ തന്നെ ആ പെണ്ണുങ്ങളുടെ കുറെ എന്താണ് ഈ അലങ്കാര വസ്തുക്കളൊക്കെ ഒന്ന് കച്ചവടം കുറഞ്ഞു കിട്ടി. കാരണം ഇത് വെച്ചിരിക്കുന്നുണ്ട് മറ്റേ തേക്കാൻ പറ്റൂലല്ലോ, ആരെ കാണിക്കാൻ. കുറെ നന്നായി നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചു. അൽഹംദുലില്ലാ, അള്ളാഹു നമുക്ക് തന്ന ഒരു അവസരമായിരുന്നു. പക്ഷേ വീണ്ടും നമ്മൾ പഠിച്ചില്ല. ഞങ്ങൾ ഇനിയും പഴയതുപോലെ ആകുമെന്ന് റബ്ബിനോട് വെല്ലുവിളിച്ചാൽ അള്ളാഹു ചെറുതേ തന്നിട്ടുള്ളൂ, വലുത് ഇനിയും കിടക്കുകയാണ്. അപ്പൊ ഇനിയും വലുതുണ്ടോ? ഇതിന്റെ വലുതിന് എത്ര എണ്ണം വരാൻ കിടക്കുന്നു? ഇത് അല്ല പറഞ്ഞതാ ഖുർആനില്, വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ, ചെറുത് നിങ്ങൾക്ക് തരും, ദൂനൽ അദാബിൽ അക്ബർ, വലുതിന്റെ കയ്യിൽ വേറെ ഉണ്ട്, ലഅല്ലഹും യർജിഊൻ, മര്യാദയ്ക്ക് മടങ്ങിക്കോ, ഇല്ലെങ്കിൽ ഞാൻ ഇനിയും നിങ്ങൾക്ക് പണിയും. അള്ളാഹു പണി തന്നാൽ അത് നമുക്ക് താങ്ങാൻ പറ്റൂല സഹോദരങ്ങളെ. അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മൾ നന്നാവാൻ തീരുമാനിക്കും. അതുകൊണ്ട് മരിക്കുന്ന നേരത്ത് എനിക്കൊന്ന് മടങ്ങി പോകണം, ഒന്ന് നിസ്കരിക്കണം, ഒന്ന് നോമ്പുടിക്കണം, ഒന്ന് സദഖ കൊടുക്കണം, ഒന്ന് സുബ്ഹാനല്ലാഹ് ചൊല്ലണം എന്ന് പറഞ്ഞാൽ അപ്പോഴേ സമയം കിട്ടൂല. അത് ആരെയും അല്ലാഹ് അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന സമയത്ത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് കഴിയുന്നത് അത് ആരെയും കാണിക്കാതെ ചെയ്താൽ അത്രയും നല്ലതാണ്. പക്ഷെ ഇതുപോലെ മുസ്തഫയുടെ ഈ പരിപാടിയൊന്നും ആരെയും കാണിക്കാതെ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അങ്ങനെ എന്തെങ്കിലും പഴുതുണ്ടെങ്കിൽ ഞാൻ മുസ്തഫയോട് പറഞ്ഞേനെ. കാരണം ഞാൻ പറഞ്ഞാൽ മുസ്തഫ കേൾക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആരെയും കാണിക്കാതെ ഇത് ചെയ്യണമെന്ന്. പക്ഷെ നിങ്ങളെ ഒന്ന് പറഞ്ഞവും പിരിച്ചിട്ട് ആരും കാണിക്കാതെ അവൻ വീട്ടിൽ കൊണ്ടുവച്ച് കല്യാണം നടത്തിയ നാളെ നിങ്ങൾ അവനെ പിടിച്ച് കെട്ടി വെക്കുക അല്ലേ? നീ എന്ത് ചെയ്ത് ചോദിച്ചു? പൈസ ആരും കാണിക്കാതെ ചെയ്യണം. പണ്ടൊരു കിളവിക്ക് പൈസ ഇല്ല. ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചതാണ്. 1 രൂപ കയ്യിലെടുക്കാനില്ല, ആരും കൊടുക്കാനില്ല, ആശ്രയിക്കാൻ വേറെ ആരുമില്ല. അവസാനം അവർ സങ്കടത്തോടു കൂടി കത്തെഴുതി. ആർക്കാ കത്തെഴുതിയെന്നറിയോ? 1000 രൂപയുടെ ആവശ്യമുണ്ടത്രേ. കത്തെഴുതിയത് പടച്ചോന, ദൈവത്തിന് കത്തെഴുതിയിട്ട് എവിടെയാ അഡ്രസ് വെക്കുക? അഡ്രസ് എവിടെ വെക്കും? കത്തിനകത്തെഴുതിയത് ഇങ്ങനെയാണ്: ദയവ് ചെയ്ത് എനിക്ക് 1000 രൂപ തരുമാറാകണം എന്ന് പറഞ്ഞിട്ട് കത്തെഴുതി. അതിന്റെ ടൂ വെച്ചത് ദൈവം ആകാശം എന്നും പറഞ്ഞിട്ട് കത്ത് കൊണ്ടുവന്ന് പോസ്റ്റ് ബോക്സിൽ ഇട്ടു. പോസ്റ്റ്മാൻ എടുത്ത് നോക്കുമ്പോഴേക്കും ഒരു വിചിത്രമായ കത്ത്. ഇതെവിടെ കൊണ്ട് കൊടുക്കാനാ? ഇതെവിടെ കൊണ്ട് കൊടുക്കും? അപ്പൊ ഇയാളെ കൊണ്ടുവന്ന് പൊട്ടിച്ച് പോസ്റ്റ് മാസ്റ്ററോടൊപ്പം പൊട്ടിച്ച് വായിക്കുമ്പോ 1000 രൂപ ചോദിച്ചു. പോസ്റ്റ് മാസ്റ്റർ പറഞ്ഞൊരു കാര്യം ചെയ്യാം, വളരെ സാധുവായ സ്ത്രീയാണ്, അതിൽ ഫ്രമ്മും വെച്ചിട്ടുണ്ട്, തിരിച്ച് പൈസ അയക്കേണ്ട ഇതും വെച്ചിട്ടുണ്ട്. എല്ലാരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കളക്ഷൻ എടുത്തിട്ട് 850 രൂപ കിട്ടി. അത് അതിനകത്ത് വെച്ചിട്ട് ആ വീട്ടിൽ കൊണ്ടുവന്ന് കൊടുത്തു. അവര് പൊട്ടിച്ച് നോക്കി, 1000 രൂപ ആവശ്യപ്പെട്ടപ്പോ 850. എന്തായിരുന്നാലും 150 രൂപ ടാക്സ് ആയിരിക്കും. അത് പിടിച്ചിട്ടാ വാക്ക് കിട്ടിയത്. ആ സഹോദരി സന്തോഷിച്ചു. ആരും അറിഞ്ഞില്ല ഈ സഹോദരിക്ക് കൊടുത്തത് പോസ്റ്റ് മാസ്റ്ററാണ്. നമ്മൾ രഹസ്യമായി ചെയ്യുന്ന സൈനുൽ ആബിദീൻ തങ്ങളുടെ ഞാനത് ആ വിഷയം ഞാൻ പറയുന്നില്ല. സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു മരിക്കുന്ന നേരം വരെ ആരും അറിഞ്ഞിട്ടില്ല പാവപ്പെട്ടവന്റെ വീട്ടുമുറ്റത്ത് എന്നും ഭക്ഷണം ഇരിക്കും. അത് സൈനുൽ ആബിദീൻ തങ്ങളാ കൊടുത്തതെന്ന്. രാവിലെ നേരം വിളിച്ച് നോക്കുമ്പോൾ ഭക്ഷണം ഇരിക്കും, അവരാർത്തിയോടെ കഴിക്കും. ഇതാര് കൊണ്ടുവെക്കുന്ന അവർക്കറിയില്ല. സൈനുൽ ആബിദീൻ തങ്ങൾ മരണപ്പെട്ടതിന് ശേഷം ഭക്ഷണം കിട്ടാതായി. അപ്പോഴാണ് ജനങ്ങൾ അറിയുന്നത് ഈ കൊണ്ടുവച്ച അത്രയും സൈനുൽ ആബിദീൻ തങ്ങൾ. മയ്യത്ത് കുളിപ്പിച്ചവർ പറയുന്നു, സൈനുൽ ആബിദീൻ തങ്ങളുടെ ഈ ഭാഗത്ത് കറുത്ത പാടായിരുന്നു. എന്താ ഈ വനത്തിലൊക്കെ ചെന്നിട്ട് തടി പിടിക്കുന്ന ആളുകളുടെ ഈ തടി പിടിച്ചിട്ട് കൊണ്ടുവരുന്ന ആളുകളുടെ ഈ ഷോൾഡറിൽ ഉണ്ടാകുന്ന കറുത്ത പാടുണ്ടല്ലോ, അത് സൈനുൽ ആബിദീൻ തങ്ങളുടെ തോളത്ത് കണ്ടുവത്രേ. എന്തിനാ അത് ഉണ്ടായി? എങ്ങനെയാ അത് ഉണ്ടായത്? സൈനുൽ ആബിദീൻ തങ്ങൾ രാത്രി കാലങ്ങളിൽ തോളത്ത് ഭക്ഷണം ചുമന്നു കൊണ്ടുവച്ച് പാവപ്പെട്ടവന്റെ വീട്ടുമുറ്റത്ത് കൊണ്ടു കൊടുക്കുന്നത് കൊണ്ടാണ്. മരിച്ചതിന് ശേഷം ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഒന്നുമില്ല. ഇന്നിപ്പോ ജീവിച്ചിരിക്കുമ്പോ ഒരു നേരത്തെ ഒന്ന് കാണാൻ പോലും കൂട്ടാക്കൂല. മരിച്ചെന്ന് കേൾക്കുമ്പോ ആളുകളുടെ ഇടയിലൂടെ തലയിട്ട് ഇങ്ങനെ നോക്കും. ഒരാളുടെ കാണാനുണ്ട്, അടച്ചുകളയല്ലേ, മൂടിക്കളയല്ലേ. ജീവിച്ചിരുന്നപ്പോ ഒന്ന് കണ്ടില്ല, മരിച്ചപ്പോ കാണാൻ വേണ്ടി ഓടുകയാണ്. എന്തിനാണ് മരിച്ചിട്ട്? ശരീരത്തിൽ ചൂടുള്ളപ്പോ സ്നേഹിക്ക്, ചൂടുള്ളപ്പോ എല്ലാം കൊടുക്ക്. ഈ ശരീരം ചൂട് പോയിട്ട് തണുത്ത് മരവിക്കുന്ന ഒരു സമയമുണ്ട്. അപ്പൊ എന്തിനാ സ്നേഹം? അപ്പൊ എന്തിനാ? ആർക്കെന്തിനാ? അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്നത് ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിലെ ആയുസ് തന്ന പടച്ചവന് വേണ്ടി സർവ്വതും സമർപ്പിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത് ഒന്നാമത്തെ കാര്യം. അരമണിക്കൂറാണ് എനിക്ക് സമയമുള്ളത്. രണ്ടാമത്, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആന് പറയുകയാണ്, മനുഷ്യന് ദുനിയാവിലേക്ക് മടക്കം ആഗ്രഹിക്കുന്ന രണ്ടാമത്തെ സമയം
സമയമേതെന്നറിയോ? അല്ലാഹു പറയുകയാണ് സൂറത്തുൽ ഫാത്തിറിൽ കാണാ വഹും യസ്തരിഖൂന ഫീഹാ ربنا أخرجنا نعمل صالحا غير الذي كنا نعمل أولم نعمركم ما يتذكر فيه من تذكر وجاءكم النذير الله പറയുകയാണ് വഹും യസ്തരിഖൂന ഫീഹാ നരകത്തിൽ കിടന്ന് ധിക്കാരികൾ അലമുറയിടുന്ന സമയമുണ്ട്. രണ്ടാമത് മടക്കം ആഗ്രഹിക്കുന്നത് എപ്പോഴെന്നറിയോ സഹോദരങ്ങളെ? അത് ആ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോഴാ. അല്ലാഹുവേ ഞങ്ങളെ കാക്കണേ റബ്ബേ, നരകത്തിന്റെ ഭീകരതയിൽ നിന്ന് കാക്കണേ അല്ലാ. അങ്ങനെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടാൽ ആ നരകത്തിൽ കിടന്ന് വിളിച്ചു പറയുമത്രേ എന്താ? ഈ നരകത്തിൽ നിന്ന് ഞങ്ങളെ പുറത്താക്കണേ അല്ലാ. നഅമൽ സാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ. അല്ലാഹുവേ ഞങ്ങൾ നല്ലതൊന്നും ചെയ്തില്ലല്ലോ, ഇനിയെങ്കിലും ഞങ്ങൾ നല്ലത് ചെയ്തു വരട്ടെ അല്ലാ. ആ സമയത്ത് അല്ലാഹുവിന്റെ മറുപടി എന്തെന്നറിയോ സഹോദരങ്ങളെ? നരകത്തിൽ അല്ലാഹു മറുപടി പറയുന്നത് എന്തെന്നറിയോ? എന്നെ കേൾക്കുന്ന വൃദ്ധന്മാര്, മധ്യവയസ്കര് എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കേണ്ടതാണ്. അല്ലാഹു പറയുന്നു, ഏ മനുഷ്യ, അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ. അല്ലാഹു പറയുകയാണ് അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കറ. ഗുണപാഠം ഉൾക്കൊള്ളുന്നവന് ഗുണപാഠം ഉൾക്കൊള്ളാൻ പറ്റിയ ഒരു പ്രായം നിനക്ക് ഞാൻ തന്നില്ലേ? വജാഅകുമുൻ നദീർ. എത്ര മുന്നറിയിപ്പുകാര് നിന്റെ മുന്നിൽ വന്നു. ഈ പ്രായം എത്രയെന്നറിയോ? നരകത്തിൽ പ്രവേശിക്കപ്പെട്ട് കഴിഞ്ഞാൽ അല്ലാഹുവേ ഒന്ന് ഇവിടെ നിന്ന് പുറത്താക്കുവോ, ഞങ്ങളൊന്ന് രക്ഷപ്പെടട്ടെ, ഞങ്ങളൊന്ന് അമല് ചെയ്യട്ടെ. ഇത് പറയുമ്പോ അല്ലാഹു ചോദിക്കും, എടോ നിനക്ക് ഞാൻ ആയുസ് തന്നില്ലായിരുന്നോ? ബോധമുള്ളവന് ബോധം ഉൾക്കൊള്ളാൻ പറ്റുന്ന സമയം ആയുസ് തന്നില്ലേ? അതെത്ര വയസ്സെന്നറിയോ? അത് 40 വയസ്സാണ്. 40 വയസ്സ് വരെ ജീവിച്ചിരുന്ന ഒരാൾ പിന്നെ ഒരു കാരണവും ബോധിപ്പിക്കാൻ പറ്റില്ല. എന്ത് ബോധിപ്പിക്കും? 40 വയസ്സ് വരെ അല്ലാഹു ജീവിക്കാൻ അവസരം തന്നില്ലേ? ആ തന്നു. ഇതിനിടയിൽ വജാഅകുമുൻ നദീർ. എത്ര മുന്നറിയിപ്പുകാർ നിന്റെ മുമ്പിൽ വന്നു. ദൂതന്മാര് വന്നു, വിശുദ്ധ ഖുർആൻ വന്നു, ആലിമീങ്ങൾ പ്രസംഗമായി വന്നു. രോഗങ്ങൾ, മാരകമായ ഭീകരമായ രോഗങ്ങള് പകർച്ചാവേദികളായി വന്നു. പല അത്ഭുതങ്ങളാകുന്ന പ്രതിഭാസങ്ങളായി കാലമുസീബത്തുകളും പ്രകൃതിക്ഷോഭങ്ങളും പ്രകൃതി ദുരന്തങ്ങളും വന്നു. ഇതൊക്കെ നിനക്ക് വന്നിട്ടും നീ നന്നായില്ല. ഇപ്പൊ പറയാണ് തിരിച്ചുപോയാ നീ നന്നാവാമെന്ന്. എടാ, നീ തിരിച്ചുപോയാ നന്നാവുമെങ്കിൽ അന്ന് നന്നാകണ്ടേരുന്ന 40 വയസ്സ് വരെ നീ അവിടെ ജീവിച്ചില്ലേ? ഇതിനിടയിൽ ഒരുപാട് പ്രസംഗം നീ കേട്ടില്ലേ? നീ നന്നായില്ലല്ലോ, അതുകൊണ്ട് ഇനി നീ നന്നാവൂല. അവിടെ കിടക്ക് ഫദൂഖൂ ഫമാലിൽ ളാലിമീന മിൻ നസീർ. ഒരു സഹായം നിങ്ങൾക്ക് വരാനില്ലടാ, അനുഭവിച്ചോ. ഇത് അല്ലാഹുവിന്റെ പരിഹാസം. ഇത് അല്ലാഹുവിന്റെ പരിഹാസമാണ്. മുഫസ്സിരീങ്ങളിൽ സിംഹഭാഗവും പറയുന്നു 40 വയസ്സല്ല, അത് 60 വയസ്സാണ്. 60 ആയാലും 40 ആയാലും നമ്മളിൽ ഒരു പകുതിയിലധികം ആളുകൾ ആ സമയം കഴിഞ്ഞു പോയവരല്ലേ. ഇനി എന്ത് പറയാനാ പടച്ചവനോട്? അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറയുകയാണ്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന അവസരം നാളെ മടങ്ങി വരണമെന്ന് നമ്മൾ കൊതിച്ചാൽ ഒരിക്കലും മടങ്ങി വരാൻ നമുക്ക് പറ്റില്ല. ഒരിക്കലും പറ്റില്ല. നമ്മൾ ആരാകണം, നിങ്ങൾക്ക് ആരാകണമെന്ന് ഒരു അധ്യാപിക തന്റെ ശിഷ്യഗണങ്ങളോട് ചോദിക്കുമ്പോ നിങ്ങൾക്ക് ആരാകണം? ദൈവത്തോട് നിങ്ങൾക്ക് അപേക്ഷിക്കാം. നിങ്ങൾക്ക് ആരാകണം? ഒരു കുട്ടി ഒരു പ്രബന്ധം എഴുതിയതാണ്. എന്താണെന്നറിയോ? എനിക്കൊരു ടെലിവിഷൻ ആയാൽ മതി, എനിക്കൊരു TV ആയാൽ മതി. അതിന്റെ അടിയിൽ കാരണം എഴുതിയിരിക്കുന്നു, എന്റെ വാപ്പയും എന്റെ ഉമ്മയും എന്റെ വീട്ടിലുള്ള സർവരും അത് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും. അതുപോലെ എന്നെ നോക്കിക്കൊണ്ടിരിക്കണം അവര്. അതുപോലെ TV ഒന്ന് നിലച്ചു പോയാൽ അതിനെ പരിപാലിച്ച് അതിനെ കൊണ്ടുവന്ന് ക്ലിയറാക്കി അതിന്റെ ശബ്ദത്തിൽ ഒരു ചെറിയ ഇടർച്ച പോലും വരാതെ അവര് കാശ് മുടക്കി നന്നാക്കും. എന്നെ എത്ര രോഗം വന്നിട്ട് അവർ മൈൻഡ് ചെയ്യുന്നില്ല. അതിനെ അവര് പരിപാലിക്കും. പൊടിയടിക്കാതെ ആ TV സൂക്ഷിച്ചു വെക്കുന്നു. അവര് നല്ല ഷോളിട്ട് അതിനെ മൂടി വെക്കുന്നു. ഞാൻ എങ്ങനെ നടക്കുന്നു എന്ന് അവര് നോക്കുന്നില്ല.
എന്റെ ഉമ്മയ്ക്കും എന്റെ പ്രിയപ്പെട്ടവർക്കും എന്ത് സങ്കടം വന്നാലും ഓടി വന്ന് ടിവിയുടെ മുന്നിലിരിക്കും, റിമോട്ട് എടുത്ത് TV ഓണാക്കും. അതുകൊണ്ട് എന്നെ അടുത്ത ജന്മത്തിൽ അല്ലെങ്കിൽ എനിക്കൊരു TV ആയി മാറണം, ടെലിവിഷനായി മാറണം. അപ്പൊ എന്റെ ബന്ധുക്കള് എന്നെ എപ്പോഴും പരിപാലിക്കുമല്ലോ എന്നൊരാഗ്രഹം പറഞ്ഞ കുട്ടി ഇന്ന് നമുക്ക് പറയാം, സഹോദരങ്ങളെ ആരാകണമെന്ന് ചോദിച്ചാൽ കുഞ്ഞുങ്ങൾ പറയും ഒരു മൊബൈലായാൽ മതി, ഒരു മൊബൈലായാൽ മതി. നിലത്ത് വെക്കൂലല്ലോ, ഒരു ചെറിയ പൊടി വന്നാൽ പോലും അങ്ങനെ തുടച്ച് വളരെ കൃത്യമായി അതിനെ പരിപാലിച്ചു കൊണ്ട് നടക്കും. ഈ പരിപാലനം നമ്മൾ അതിനെ നടത്തുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അതിനെ ക്ലിയറാക്കി അതിനെ ഏത് രീതിയിലും നമ്മൾ സുരക്ഷിതമായി വെക്കും പോലെ നമ്മൾ അള്ളാഹുവിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ ഒന്ന് മാറ്റി വെച്ചിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു തിന്മ ചെയ്യാതെ, ഒരു അല്പം പോലും നമ്മൾ പരിശുദ്ധമായ ദീനിൽ നിന്ന് വ്യതിചലിക്കാതെ വളരെ കൃത്യമായി നമ്മളൊന്ന് സ്നേഹിക്കും. നമ്മളൊന്ന് സ്നേഹിക്കാതെയും നമ്മളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഒരു ദുരന്തവും നമുക്ക് ഭാവിയിൽ ഉണ്ടാകുന്നതിന് നമ്മൾ ആഗ്രഹിക്കൂല. നമ്മുടെ ശരീരത്തെ നമ്മൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിക്കും. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ അമലുകൾ ചെയ്യുക. ആ അമലുകൾ നമ്മൾ ചെയ്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലേക്ക് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഏറ്റവും കൃത്യമായ ജീവിതമാകുന്ന പാരത്രിക ജീവിതത്തിലേക്ക് കടന്നു പോകേണ്ടത്. എന്നാൽ സഹോദരങ്ങളെ, ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. ജീവിതത്തിൽ മരണമെന്ന പ്രതിഭാസത്തിന് കീഴടങ്ങിക്കൊണ്ട് ഖബറിലേക്ക് പോയി ആ ഖബറിൽ നിന്ന് നാളെ സ്വർഗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ മഹ്ശറയിൽ എത്തിക്കഴിഞ്ഞാൽ, സഹോദരങ്ങളെ തിരികെ വന്ന് ബന്ധുക്കളെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന വേറെ ചില ആളുകളുണ്ട്. ആ വിഭാഗത്തിൽ നമ്മൾ പെട്ടോളി, അത് കുഴപ്പമില്ല. അതാരാ? നമ്മളെ ഖബറിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഖബറിൽ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ നാം അത് അനുഭവിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് കൊതിക്കും, അല്ലാഹ് എന്റെ വേർപാടിൽ കരയുന്ന ഭാര്യയുണ്ട്, ഞാൻ മരിച്ചതില് മനന്നൊന്ത് രോഗിയായി പോയ എന്റെ ഉമ്മയുണ്ട്, അള്ളാഹുവേ ഇപ്പൊ നീ എനിക്ക് എന്തുമാത്രം അനുഗ്രഹങ്ങൾ തന്നിരിക്കുന്നു, ഞാൻ ചെയ്തതിനൊക്കെ നീ എനിക്ക് പ്രതിഫലം തന്നല്ലോ, എന്നെ ഒന്ന് എന്റെ കുടുംബത്തിലേക്കൊന്ന് വിടുവോ? ഞാൻ ചെന്നിട്ട് എനിക്ക് കിട്ടിയ ഈ ബഹുമതിയും എനിക്ക് കിട്ടിയ എന്റെ അനുഗ്രഹങ്ങളൊക്കെ ഞാൻ അവരോടൊന്ന് പറഞ്ഞിട്ട് വരട്ടെ, അവരൊന്ന് സന്തോഷിക്കട്ടെ. അല്ലാഹ് വിടൂല. അതിനാണ് ബർസഖ് എന്ന് പറഞ്ഞ മറ. അത് മറയാൻ ഇനി ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും ഇടയിലുള്ള മറ. ഇനി ഇങ്ങോട്ടൊരു മടങ്ങി വരവില്ല. ഇല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ നമ്മൾ ദുഃഖിക്കേണ്ടി വരില്ലായിരുന്നു. അവർ വന്നിട്ട് പറയും, എനിക്ക് സുഖമാണ്, എനിക്ക് ഖബറിൽ സന്തോഷമാണ്, എനിക്ക് സ്വർഗീയ ഭക്ഷണം കൊണ്ട് അല്ലാഹു എന്നെ ആദരിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് സൂറത്ത് യാസീനിൽ അല്ലാഹു തആല ആമുഖമായി പറഞ്ഞത്. ആമുഖമായി അല്ലാഹു സൂറത്ത് യാസീനിന്റെ 2-3 ആയത്തുകൾ കഴിയുമ്പോൾ അല്ലാഹു പറയും, ഒരു സമുദായത്തിലേക്ക് അല്ലാഹു തആല 2 പ്രവാചകന്മാരെ അയച്ചു. ആ 2 പ്രവാചകന്മാരെയും അവർ കല്ലെറിഞ്ഞ് കളവാക്കി. 3-മതൊരു പ്രവാചകനെ കൂടി അവർക്ക് നിയോഗിച്ചു. അവരെയും കളിയാക്കാൻ തുടങ്ങിയപ്പോ ഒരാൾ ആ പട്ടണത്തിന്റെ അങ്ങേ തലക്കിൽ നിന്ന് വന്നു. ആ പട്ടണത്തിന്റെ അങ്ങേ അറ്റത്ത് നിന്നൊരാൾ വന്നു. എന്നിട്ട് ഇവരോട് പറഞ്ഞു, നിങ്ങൾ കളവാക്കല്ലേ, ഞാനും മുസ്ലിമായിരിക്കുകയാണ്, നിങ്ങൾ എന്നെ അംഗീകരിക്കുന്ന ആളുകളാണല്ലോ, അതുകൊണ്ട് ഞാൻ പറയുന്നു അവര് നല്ലവരാ, അവര് നിങ്ങളോട് കൂലിയൊന്നും ചോദിച്ചില്ലല്ലോ, അതുകൊണ്ട് വിശ്വസിച്ചോ, നിങ്ങൾ അവരെ അംഗീകരിച്ചോ, അനുസരിച്ചോ, ഞാനും നിങ്ങളെ പോലെ വിശ്വസിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോ അവര് കളവാക്കി. സഹോദരാ, അവസാനം അദ്ദേഹം മരണപ്പെടുന്നു. ഈ വന്ന ആള് മരണപ്പെടുന്നു. ആ മരണപ്പെട്ടു പോയ വ്യക്തിയെ പറ്റിയാണ് പറയുന്നത്, നിങ്ങൾ സ്വർഗത്തിലേക്ക് കയറിക്കൊള്ളൂ എന്ന് അവരോട് പറഞ്ഞുവത്രേ. ആ മനുഷ്യനോട് അള്ളാഹുവിന്റെ കൽപ്പന വന്നപ്പോ ആ മനുഷ്യൻ ആഗ്രഹിച്ചത് എന്തെന്നറിയോ? അള്ളാഹുവേ, യാ ലൈത ഖൗമി യഅലമൂ ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. അല്ലാഹു എന്നെ ബഹുമാനിച്ചത്, അവൻ എന്നെ അനുഗ്രഹിച്ചത്, ഈ അനുഭൂതികളിൽ എനിക്ക് അല്ലാഹു തആല സൗകര്യങ്ങൾ തന്നത് എന്റെ ജനത ഒന്ന് തിരിച്ചറിഞ്ഞെങ്കിൽ
എന്റെ ജനത ഒന്ന് തിരിച്ചറിഞ്ഞെങ്കിൽ, അവരറിഞ്ഞിരുന്നെങ്കിലെന്ന് സൂറത്ത് യാസീനിൽ തന്നെ അല്ലാഹു പറയുന്നത് അങ്ങനെയാ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളങ്ങ് പെട്ടെന്ന് മരിച്ചു പോയാൽ, ആ മരണപ്പെട്ടു പോയ നമ്മളെ വേർപാടിൽ വേദനിച്ചു കുടുംബക്കാര് വീടുകളിൽ കഴിയുമ്പോ, ആ സമയത്ത് നമ്മൾ ഖബറിനകത്ത് സ്വർഗീയ അനുഭൂതികളിൽ ആറാടുമ്പോ അല്ലാഹുവിനോട് നമ്മൾ പറയും, റബ്ബേ, എന്റെ ഉമ്മ എന്റെ മരണശേഷം വെള്ളം കുടിച്ചിട്ടില്ല, എന്റെ ഭാര്യ ഭക്ഷണം കഴിച്ചിട്ടില്ല, എന്റെ മക്കളെ കണ്ണുനീര് തോർന്നിട്ടില്ല. അതുകൊണ്ട് പടച്ചവനെ, നീ എനിക്ക് തന്ന സുഖ സൗകര്യങ്ങളെ പറ്റി അവരോടൊന്ന് ബോധ്യപ്പെടുത്തട്ടെ. അല്ലാഹു പറയും, വേണ്ട വേണ്ട, അതിന്റെ ആവശ്യമില്ല. അങ്ങനത്തെ വിഭാഗത്തിൽ നമ്മൾ പെടും. അല്ലാഹു നമുക്ക് ഖബറിൽ സുഖിക്കാനുള്ള, സന്തോഷിക്കാനുള്ള അവസരമല്ല തരട്ടെ. രണ്ടാമത് സഹോദരങ്ങളെ, വീണ്ടും മടങ്ങി വരാൻ ആഗ്രഹിക്കുന്ന വേറൊരു കൂട്ടരുണ്ട്. ആരെന്നറിയോ? അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി പോരാടിയ രക്തസാക്ഷികളാ, വീരമുജാഹിദുകളാ, അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി പടപൊരുതിയിട്ട് പിടഞ്ഞു വീണ് പോയവരാ. അവരെവിടെയാണ്? പച്ചപ്പനന്തട്ടയുടെ ഉള്ളറകളിൽ അന്വേഷിക്കപ്പെട്ട് അവര് വിളക്കുമാടത്തിൽ വൈകുന്നേരം അർശിന്റെ ചുവട്ടിലുള്ള വിളക്കുമാടത്തിൽ അഭയം പ്രാപിക്കും. അവരോട് അല്ലാഹു ചോദിക്കും, വല്ലതും വേണോ? അവര് പറയും, ഇനി എന്ത് കിട്ടാനാ? അല്ലാഹു ചോദിക്കുന്നു, അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി വേണമെങ്കിൽ പറ. അല്ലാഹുവേ, സർവ്വ അനുഗ്രഹങ്ങളും നീ ഞങ്ങൾക്ക് തന്നില്ല റബ്ബേ, ഇനി എന്താ ഞങ്ങൾക്ക് വേണ്ടത്? ഒന്നും വേണ്ട. അല്ലാഹു വീണ്ടും വീണ്ടും ചോദിക്കുമ്പോ അവര് പറയും, റബ്ബേ, എന്നാ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അത് തറുദ് അർവാഹനാ ഫീ അജ്സാദിനാ, ഞങ്ങളുടെ റൂഹിനെ ഒന്ന് മടക്കിട്ട. എന്തിനാണ്? ഹത്താ നുഖ്തല മറത്തൻ ഉഖ്റാ, ഭൂമിയിൽ പോയി ഒരിക്കൽ കൂടെ ഞങ്ങൾ ഷഹീദാകട്ടെ, ഒരിക്കൽ കൂടെ ഞങ്ങൾ രക്തസാക്ഷിയാകട്ടെ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നുകൂടി ദുനിയാവിലേക്ക് പോകാനുള്ള ഭാഗ്യം എന്താ? നിന്റെ ദീനിനു വേണ്ടിയിട്ട് ഞങ്ങൾ പിടഞ്ഞു മരിക്കട്ടെ. ആ സമയത്ത് അല്ലാഹു ചോദ്യം മതിയാക്കിയിട്ട് പോകുമത്രേ. സഹോദരങ്ങളെ, സഹോദരിമാരെ, അതുകൊണ്ട് ആഖിറത്തിലേക്ക് പോയിട്ട് നന്മകളുടെ പരിവേശത്തിലും മടങ്ങി വരാ കൊതിക്കുന്നവരാകണം. അല്ലാതെ നരകത്തിൽ കിടന്ന് വിലപിച്ചുകൊണ്ട് ഈ നരകത്തിന്റെ ഭീകരതയിൽ നിന്ന് രക്ഷപ്പെട്ട് ഇനി ഒരു വേള നന്മ ചെയ്ത് മടങ്ങി വരാമെന്ന് കൊതിക്കുന്നവരാകരുത്. മരണക്കിടക്കയിൽ കിടക്കുമ്പോ ഖാബിലുൽ അർവാഹിനോട് വീണ്ടും ഒന്നുകൂടി ജീവിക്കണമെന്ന് പൂതി അറിയിക്കുന്നവരാകരുത്. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോ ആരോഗ്യഘട്ടത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യും. അല്ലാഹു തൗഫീഖ് തരട്ടെ.